തസ്മിത്ത് എവിടെ? തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ തസ്മിത്ത് തംസിന് വേണ്ടി തിരച്ചിൽ തുടരുന്നു. കുട്ടി ചെന്നൈ എഗ്മോറിൽ എത്തിയതായി RPF സ്ഥിരീകരിച്ചു. കന്യാകുമാരിയിൽ നിന്ന് രാവിലെ 6:30 എത്തിയ ട്രെയിനിലാണ് കുട്ടി എഗ്മോറിലെത്തിയത്. കേരള പോലീസിന്റെ 5-അംഗ സംഘം ചെന്നൈയിലേക്ക് തിരിച്ചു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം. ഇന്നലെ രാവിലെ 9:30യോടെയാണ് അസം സ്വദേശികളുടെ മകളായ തസ്മിത്ത് തംസിൻ നാടുവിട്ടത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും മനേഷ് മൂർത്തിയും അരുൺ രാജും ചേരുന്നു. ആദ്യം മനേഷ് മൂർത്തിയിലേക്കാണ്. മനേഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ? ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തു നിന്നുള്ളതാണോ അതോ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിന്നുള്ളതാണോ മനേഷ്? RPF പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഇതിനകത്തുള്ള അതായത് പ്ലാറ്റ്ഫോമിനകത്തുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് ഈ മനേഷ് മൂർത്തിയിലേക്ക് എത്താം. ചെന്നൈ എഗ്മോറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടി അവിടെ എത്തി എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അരുൺ രാജു കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ പോലീസ് അന്വേഷണത്തിൽ അവർ ഇപ്പോൾ പുതിയ എന്തെങ്കിലും സാധ്യതകൾ തേടുന്നുണ്ടോ? ഈ കുട്ടി ഈ വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണം ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ യാത്ര? അങ്ങനെ പുതുതായി പോലീസ് എന്തെങ്കിലും നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ അരുൺ? ഉന്മേഷ, പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുത്തിയിരിക്കുകയാണ്. കാരണം പോലീസിന് ചില സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു. ഈ കുട്ടി 13 വയസ്സുകാരിയായ കുട്ടി എങ്ങനെയാണ് ഇത്രയധികം ദൂരം ഈ ട്രെയിനിൽ തന്നെ സഞ്ചരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. ആ സംശയം പോലീസ് ഇപ്പോൾ ഏകദേശം സാധൂകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഈ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് കുട്ടി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ട്രെയിനിൽ നാഗർകോവിലും പിന്നീട് ചെന്നൈ എഗ്മോറിലും എത്തുകയും ചെയ്തത്. അത്തരത്തിൽ ഒരേ ട്രെയിനിൽ സഞ്ചരിച്ചാൽ ചെന്നൈ വരെ എത്താൻ കഴിയുമെന്ന് ഈ കുട്ടിക്ക് ആരാണ് നിർദ്ദേശം നൽകിയത് എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് അത്തരത്തിലുള്ള പരിജ്ഞാനം ഇല്ല എന്നുള്ള പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അത് മാതാപിതാക്കളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരന്റെ കൂടി സഹായം ഇക്കാര്യത്തിൽ ലഭിച്ചോ എന്നുള്ള സംശയം പോലീസ് മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് സഹോദരനുമായി ബന്ധപ്പെട്ട മുഴുവൻ CDRും തിരുവനന്തപുരം IG ഇപ്പൊ നേരിട്ട് തന്നെ പരിശോധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ നേരിട്ട് ഒരു റിവ്യൂ നടത്തുന്നുണ്ട്. കാരണം ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോൾ ഡീറ്റെയിൽസ് ഈ മാതാപിതാക്കളുടെ ഫോണിൽ സമീപ ദിവസങ്ങളിൽ വിളിച്ചത്, ഈ ഫോണിൽ നിന്ന് ആർക്കൊക്കെ കോളുകൾ പോയി എന്ന സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് ഈ വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ചില മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ പെൺകുട്ടിക്ക് വീട്ടിൽ ഉള്ളിൽ തന്നെ ചില തരത്തിലുള്ള മാനസികമായ പീഡനങ്ങൾ അടക്കം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സമീപവാസികൾ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് ഈ കുട്ടിയാണ്. മാതാവും പിതാവും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആഹാരം വെക്കണം, 2 കുട്ടികളെ നോക്കണം, തിരിച്ചു വരുമ്പോൾ ഈ മാതാപിതാക്കളുടെ വസ്ത്രങ്ങളടക്കം അലക്കുന്ന ജോലിയടക്കം ഈ പെൺകുട്ടിയിൽ നിക്ഷിപ്തമായിരുന്നു. അതുകൊണ്ട് അതിലെല്ലാം മാനസികമായി ഈ കുട്ടിക്ക് വിഷമമുണ്ടായിരുന്നു. അതായിരിക്കാം സഹോദരനുമായി ഈ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കുട്ടി സ്വീകരിച്ചത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ചെന്നൈയിലെത്തിയ കുട്ടി പിന്നീട് എവിടേക്ക് പോയതിനെ സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും കൃത്യമായ സൂചനകളില്ല. ഞാൻ അല്പസമയം മുമ്പാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചെന്നൈയിലെത്തി എന്ന കാര്യത്തിൽ ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു, പക്ഷേ അവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോയിട്ടുണ്ട് ഈ കുട്ടി എന്ന് സംബന്ധിച്ച യാതൊരു ക്ലൂവും ഈ സമയവും തങ്ങളുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണം വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ്. പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് വലിയ തൃപ്തിയുണ്ട്. കാരണം കുടുംബം ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞ മൊഴികളിലും വിവരങ്ങളിലും ചില വ്യക്തത കുറവുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല. കാരണം കുട്ടിയെ കണ്ടെത്തുക, സേഫായി കണ്ടെത്തുക എന്നത് മാത്രമാണ് പോലീസിന് മുമ്പിലുള്ള ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിൽ അവർ പൂർണ്ണമായും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള ജോലിയിലാണ്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. മനേഷ് മൂർത്തി കൂടി ചേരുന്നുണ്ട്. മനേഷ്, ഈ ചെന്നൈ എഗ്മോറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ, അവിടെ നിന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനേഷ്? രാവിലെ 6:30 മണിക്ക് ആ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ RPF പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ ഗേറ്റിന് പുറത്താണ്. ഈ ഗേറ്റ് വഴിയാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. അതുവരെയുള്ള ദൃശ്യങ്ങൾ എന്തായാലും RPF ശേഖരിച്ചിട്ടുണ്ട്. അതായത് ട്രെയിൻ ഇറങ്ങുന്നു, 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഇറങ്ങുന്നു. അതിനുശേഷം അവിടെ നിന്നൊരു ബാറ്ററി കാറിലാണ് ആ കുട്ടി ഈ 3ാമത്തെ ഗേറ്റിൽ അവിടേക്ക് വരുന്നത്. അവിടെ എത്തി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതാണ് നിലവിൽ RPFന്
മുമ്പിലുള്ള ഏക ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്നും ആ കുട്ടി എവിടേക്ക് പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയായി നിലനിൽക്കുന്നുണ്ട്. പരമാവധി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് RPF. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെ തിരിച്ച് ഈ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പെരമ്പൂരാണ് മറ്റൊരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. പെരമ്പൂരിൽ നിന്നും ഗുവാഹത്തി എക്സ്പ്രസിൽ ഈ കുട്ടി പോയിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുന്നാണെങ്കിലും ലോക്കൽ ട്രെയിൻ ഉണ്ട് പെരമ്പൂരിലേക്ക്. അങ്ങനെയെങ്കിൽ ആ കുട്ടി ലോക്കൽ ട്രെയിൻ കയറി പെരമ്പൂരിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ 6:30 മണിക്ക് ഇവിടെ എത്തുന്നു. ഏകദേശം 10 മണിക്ക് ശേഷമാണ് പെരമ്പൂരിൽ നിന്നുള്ള കണക്ഷൻ ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ എത്തി ആ ട്രെയിനിൽ പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ RPF ഉറപ്പിച്ചു പറയുന്നുണ്ട് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് കുട്ടി. ആ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6:30 മണിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഈ 3ാമത്തെ ഗേറ്റ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പരിശോധിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ കുട്ടി തിരികെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതായി ഇതുവരെയും മനസ്സിലായിട്ടില്ല. മാത്രമല്ല പരമാവധി അതായത് ഇന്ന് പകലുള്ള CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും തന്നെ RPF പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ട്രെയിനിൽ അതായത് പെരമ്പൂരിൽ നിന്നുള്ള ട്രെയിനിൽ ഈ കുട്ടി ഗുവാഹത്തി എക്സ്പ്രസിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പരിസരത്തെ CCTV ദൃശ്യങ്ങളിലേക്കൊക്കെ പോലീസ് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള നിലവിൽ പ്ലാറ്റ്ഫോമിനകത്തുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നിലവിൽ ഈ പറഞ്ഞ RPF ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇനിയിപ്പോൾ മറ്റ് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരും. കാരണം നിലവിലുള്ള ഈ ഇതിനകത്തുള്ള അതായത് ഇനി കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഓരോ ക്യാമറകളിലെ ദൃശ്യങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കുന്നു. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും കുട്ടി ഇവിടെ രാവിലെ 6:30 മണിക്ക് എത്തിയിട്ടുണ്ട് എന്ന് RPF സ്ഥിരീകരിക്കുന്നുണ്ട്. ഉന്മേഷ് ാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈ എഗ്മോറിൽ കുട്ടിയെത്തിയതായുള്ള സ്ഥിരീകരണമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നു. കേരള പോലീസിന്റെ സംഘം ഇതിനോടകം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്.